അങ്ങനെയുള്ള ചില സ്കൂളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പൊ അതിനെ കഴിഞ്ഞ കാലങ്ങളിൽ ചില പ്രത്യേക പദ്ധതികൾ വെച്ച് സ്കൂളുകൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്റെ മണ്ഡലത്തിൽ തന്നെ അതിനന്ന് നമ്മള് ഇങ്ങനെ കുട്ടികളില്ലാത്ത ഈ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ ഉണ്ടായിരുന്ന സ്കൂളുകൾക്ക് ഒരു പ്രത്യേക പേരൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോ നല്ല തോതിൽ കുട്ടികളുള്ള സ്കൂളുകളായിട്ട് പിന്നീട് മാറിയിട്ടുണ്ട്. പല വിധത്തിലുള്ള ഇടപെടലുകൾ നടന്നതിനെ തുടർന്ന്. ഏതായിരുന്നാലും അത്തരം സ്കൂളുകളെ ആ രീതിയിൽ കൺവെർട്ട് ചെയ്ത് മാറ്റാനുള്ള ശ്രമം നമ്മൾ നടത്തും. അവിടെ നിലവിലുള്ള പോസ്റ്റിൽ ആളില്ലാത്തതുകൊണ്ടാണ് ഈ താൽക്കാലിക അധ്യാപകരെ വെക്കുന്നത്. അല്ല, അങ്ങനെ വരാൻ പാടില്ല. കാരണം സർക്കാർ സ്കൂളുകളിലുള്ള ഏതെങ്കിലും നമ്മളിപ്പോ ഒരു അഡീഷണൽ ബാച്ച് കൊടുത്തു, അവിടെയൊക്കെ ആണെങ്കിൽ താൽക്കാലിക അധ്യാപകരെ വെക്കാം. അല്ലെങ്കിൽ ചില മേഖലകളിൽ അധ്യാപകർ വരാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ ഡിഫിക്കൽട്ട് റൂറൽ ഏരിയയിലൊക്കെ ചില സബ്ജക്റ്റിലൊക്കെ ആരെങ്കിലും വെച്ചാൽ അവർ പോകാത്ത, പോസ്റ്റിംഗ് ഏറ്റെടുക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് താൽക്കാലിക അധ്യാപകരൊക്കെ. എല്ലാം താൽക്കാലിക അധ്യാപകരാകുന്ന സർക്കാർ സ്കൂളുകൾ ഉണ്ടാവാൻ ഇടയില്ല. അത് പരിശോധിക്കാം. അത് ഇതിന് തൊട്ടു മുമ്പ് പറഞ്ഞ കുട്ടികൾ കുറയുന്ന സ്കൂളുകളുടെ കാര്യവും ഈ പറഞ്ഞ റിസൾട്ട് കുറയുന്ന ഒക്കെ ഒരു പ്രശ്നമാണല്ലോ. നമ്മൾ ഈ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ, അതുപോലെ തന്നെ ചില ആക്ഷേപങ്ങളുണ്ട്. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും പാസ്സായിട്ടും പേരെഴുതാൻ അറിയില്ല, ഗുണന പട്ടിക ചൊല്ലാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ ഒരു ആക്ഷേപം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പറഞ്ഞു. പിന്നീട് ഇപ്പൊ അതൊന്ന് പലരും ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ വശം ഞങ്ങൾ പരിശോധിച്ച് അതിനൊരു സംവിധാനം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. കാരണം ഇതൊരു നാണക്കേടാണല്ലോ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പേരെഴുതാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഗണിതം അറിയില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു നടപടി ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പരിഷ്കാരങ്ങളും ഒരു കൃത്യമായ ചർച്ചകൾക്ക് ശേഷമാണ് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ കഴിയുക. ഇത് കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടില്ല, എടുത്തൊരു തീരുമാനമാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 8ഉം 9ഉം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ 27 പരീക്ഷക്കാണ് 10ൽ നടപ്പാക്കേണ്ടത്. അത് ഞങ്ങൾ പരിശോധിച്ച് അത് എല്ലാവർക്കും ആ ഒരു അഭിപ്രായമാണ് ഉള്ളതെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പോവാം. അപ്പൊ കുറച്ചുകൂടി ഗുണനിലവാരം അതുവഴി മെച്ചപ്പെട്ട് കിട്ടുമല്ലോ. അതന്നെ, ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പഠനം ആവശ്യമാണ്. അപ്പോ അക്കാദമികമായി ആ രംഗത്തുള്ള അക്കാഡമിഷ്യൻസിന്റെ ഒരു സമിതി ഉണ്ടാക്കണം എന്നൊക്കെയാണ് ആലോചിക്കുന്നത്. വളരെ സമയമെടുക്കാന്നല്ല, കാരണം എന്ത് കാര്യത്തിനും അങ്ങനെ ഒരുപാട് സമിതികൾ വെച്ച് കാലം കടന്നു പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ വൈകുന്ന സമിതികളല്ല ഇത്. വളരെ കൃത്യമായി, വളരെ സമയബന്ധിതമായി അതിനൊക്കെ ചില നിർദ്ദേശങ്ങൾ, എല്ലാവർക്കും സ്വീകാര്യമായ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ വെക്കാനൊരു സമിതിയെ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് 14 ദിവസമായിട്ടുള്ള ഞങ്ങൾ വന്നിട്ട് കുടിശ്ശികയുടെ യഥാർത്ഥ കണക്കെടുക്കട്ടെ. അതുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ കൊടുത്ത് തീർക്കേണ്ടതുമാണ്. അതിലൊന്നും തർക്കമില്ല. എല്ലാ മേഖലയിലും എന്ന പോലെ സാമ്പത്തിക രംഗത്തുള്ള ഒരു പിരിമുറുക്കം ഈ വിഷയത്തിലൊക്കെ പ്രശ്നമാണ്.
ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ള എല്ലാ നല്ല സംഗതികളും ഈ ഗവൺമെന്റ് തുടരും. തർക്കവും പ്രതിസന്ധിയും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ വീണ്ടും വിചാരം ഉണ്ടാവുള്ളൂ. ഗവൺമെന്റുകൾ തുടർച്ചയാണല്ലോ. അല്ല, അതൊരു നയപ്രഖ്യാപനം എന്ന് പറഞ്ഞ ഒരു സർക്കാരിന്റെ സമീപനമാണ്. ആ സമീപനത്തിൽ വളരെ കൃത്യമായിട്ട് സ്ത്രീകളോടും പെൺകുട്ടികളോടുമുള്ള ഒരു അനുഭാവപൂർണമായ നിലപാടാണ് പ്രഖ്യാപിച്ചത്. ഇതില് അതിന്റെ പോസിറ്റീവ് സൈഡാണ് നമ്മൾ കാണേണ്ടത്. ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മുടെ മുതിർന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ ആ ഒരു ഘട്ടത്തിലെത്തിയ പെൺകുട്ടികൾക്കും വലിയ തോതിലുള്ള ശാരീരികവും മാനസികവുമായ അവശതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുമുണ്ട്. അത് വളരെ നിസ്സാരമായിട്ട് കടന്നു പോകുന്നവരുമുണ്ട്. അത് ഓരോരുത്തരുടെ ശാരീരികമായ പ്രകൃതം പോലെയാണ് ഇരിക്കുക. ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പൊ അവർക്ക് അന്ന് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ ഒരു ഇളവ്, അത് ഉദ്യോഗസ്ഥകളാണെങ്കിൽ ആ ഒരു കാരണമുണ്ടെങ്കിൽ അവരെ അന്ന് ആ ഡ്യൂട്ടിയുടെ പേരിൽ അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവർക്ക് അതിൽ നിന്ന് ലീവ് എടുക്കാനുള്ള ഒരു ഇളവ് ഉണ്ട് എന്നുള്ളതാണ്. കുട്ടികളുടെ കാര്യത്തിൽ പഠനവും സ്കൂളോ അല്ലെങ്കിൽ കോളേജോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്തരം ഒരു സംഗതിയുടെ പേരിലാണെങ്കിൽ ഒരു ഇളവ് കൊടുക്കാം എന്നതാണ് അതിൽ കണ്ടിട്ടുള്ളത്. പിന്നെ അത് ചർച്ച ചെയ്ത് പഴയ കാലത്ത് ഉണ്ടായിരുന്നത് പോലെ ഇത്തരം ഘട്ടങ്ങളിൽ ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞ് അതിന്റെ നെഗറ്റീവ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. സത്യത്തിൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. എല്ലാവരും ഇപ്പോൾ ആ ദിവസങ്ങളിൽ നിർബന്ധമായി ലീവ് എടുക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും അവധി വേണമെന്നോ ഒന്നും അതിൽ പറയുന്നില്ല. ഇതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ അതങ്ങനെ ചിലർക്കുണ്ടാകാം, വലിയ പ്രശ്നങ്ങളുള്ള ഒരു നേച്ചറുള്ള ആളുകളുണ്ടാകാം. അവർക്ക് അന്നൊരു ഇളവ് ഈ ഒരു ശാരീരിക അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവർ നിർവഹിക്കേണ്ട കാര്യത്തിൽ ഒരു ഇളവ്, അപ്പൊ അതിനൊരു ലീവ് ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് പരിഗണിക്കണം. അതാണ് അതിന്റെ പോസിറ്റീവ് വശം. അതാണ് ഉദ്ദേശിച്ചത്. വിശദാംശങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഈ നയപ്രഖ്യാപനത്തിൽ പറയുമ്പോൾ ഒരു ആശയമാണ് പറയുന്നത്. നമുക്ക് ആ ആശയത്തോടുള്ള ഒരു യോജിപ്പുമാണ് പ്രകടിപ്പിക്കുന്നത്. പിന്നീട് അതിന്റെ വിശദാംശങ്ങളും ഒരു പദ്ധതിയായും നോംസായും ഒക്കെ പിന്നീടാണ് വരിക. അത് വരും. ഈ പറഞ്ഞ വിമർശനങ്ങളും നമ്മൾ കാണണം. ഒരു വിമർശനമുണ്ട് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടും. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇത് ഈ പ്രശ്നമുള്ളവർക്കുള്ള ഒരു ആനുകൂല്യമാണ്, ഒരു ഇളവാണ്. അത് എല്ലാവരും ഉപയോഗിച്ചോളന്നില്ല. അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ ആനുകൂല്യം ഉപയോഗിക്കാം.